നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദിനി, നന്ദിനി, എന്താ മാഡം? ഈ കറിക്ക് ഉപ്പില്ലല്ലോ. മാഡം, എല്ലാരും കഴിച്ചാണല്ലോ. കുഴപ്പമൊന്നും ഉണ്ടായതായിട്ട് ആരും പറഞ്ഞില്ല. ഇതുവരെ ആര് കഴിച്ചു, അവരെന്തു പറഞ്ഞു എന്നൊന്നും എനിക്കറിയണ്ട. പെട്ടെന്ന് വേറെ കറി ഉണ്ടാക്കും. അല്ല, ഇപ്പൊ ഇനി വേറെ കറി ഉണ്ടാക്കാൻ പറ്റില്ല മാഡം. പെട്ടെന്ന് കറി ഉണ്ടാക്കണമെങ്കിൽ മാഡം കുറച്ചേരം ഇവിടെ ഇരിക്കേ, ഞാൻ ഉണ്ടാക്കി തരാം. എനിക്ക് കാത്തിരിക്കാനൊന്നും പറ്റില്ല. നീയല്ലല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. വേറെ കറി ഉണ്ടാക്കാൻ പറഞ്ഞാ ഉണ്ടാക്കി തരണം. വീട്ടുവേലക്കാരി ഇങ്ങോട്ട് കൽപ്പിക്കണ്ട. ഒന്നെങ്കിൽ മാഡം എത്ര നേരം കാത്തിരിക്കണം, അല്ലെങ്കിൽ ഇത് കൂട്ടി കഴിക്കണം. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? നീ ആരടി? ആരോടെ ഈ സംസാരിക്കുന്നേ? ഏട്ടൻ തരുന്ന ഫ്രീഡം വെച്ചോണ്ട് എന്റെ അടുത്ത് ആള് ചമയം വന്നാലുണ്ടല്ലോ, അടിച്ച് നിന്റെ നിർത്തടി. എന്താടി ഇവിടെ പ്രശ്നം? എന്തിനാണ് ഇങ്ങനെ കിടന്ന് തൊള്ള തുറക്കുന്നേ? നിങ്ങളാരാ? എന്റെ വീട്ടിൽ കിടന്ന് ബഹളം വെച്ചിട്ട് ഞാൻ ആരാണെന്ന് അറിയണോടി നിനക്ക്? അനുപമേ, എന്താ കാര്യം? എന്തിനാ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നേ? നിങ്ങളാരാ? അനുപമയോ? അതാരാ? നിങ്ങക്ക് രണ്ടാക്കും എന്നെ തിരിച്ചറിയില്ല അല്ലേ? അല്ല, ഞാനിവിടെ വരുമ്പോ ഇങ്ങനെ പെരുമാറണമെന്ന് ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ നിങ്ങളെ? ഇവരാരാടി? ഇവര് നിന്റെ ആരാന്നാ ചോദിച്ചേ? എനിക്കറിയില്ല. വന്നു നിൽക്കുന്ന ആളോട് ചോദിച്ചാ പോരെ. നിങ്ങൾ പുറത്തിറങ്ങ. എന്തിന്? നിങ്ങളോട് എന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനാ പറഞ്ഞേ. എന്റെ വീട്ടിൽ നിന്ന് എന്നെ പുറത്തിറക്കാൻ മാത്രം ധൈര്യം ഉണ്ടോടി നിനക്ക്? എങ്കിലും അതൊന്ന് കാണണമല്ലോ. എന്നാ ഇറക്കടി. അതെ, നിങ്ങൾ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? നിങ്ങക്ക് വീട് മാറിയതാണോ? എന്തായാലും നിങ്ങളെ ഞങ്ങൾക്ക് അറിയില്ല. ഓ, എന്നെ അറിയാത്തവർക്കേ കൃത്യമായിട്ട് അറിയിച്ചു തരാം ഞാൻ ആരാണെന്ന്. പോരെ? അല്ല, നീ എന്നോട് കൈ ചൂണ്ടി സംസാരിക്കാറായോടി? കൈ ചൂണ്ടി സംസാരിക്കും. ഓഹോ, വേണ്ടി വന്നാലേ അടിച്ച് പുറത്തിറക്കുകയും ചെയ്യും. നിനക്ക് ഭ്രാന്താണോ? വഴിവെക്കിലുള്ള ആർക്കും വന്ന് കേറാനുള്ള വീടൊന്നും അല്ല ഇത്. അയ്യോ, ആവശ്യമില്ലാതെ എന്നോട് കൽപ്പിക്കാൻ നിൽക്കരുത്, മനസ്സിലായോടി? നിങ്ങൾ എന്നെ അടിച്ചല്ലേ? ഞാൻ എന്റെ മമ്മിയെ വിളിക്കട്ടെ. അയ്യോ, നീ ആരെയാണെന്ന് വെച്ചാ വിളിച്ചോടി. നീ ആരെയാണെങ്കിലും വിളിച്ചോ. പക്ഷേ വിളിച്ചു വരുത്തുന്ന ആളുകൾ വരുമ്പോ നീ ജീവനോടെ കാണില്ല. കാണണോടി നിനക്ക്? നിങ്ങൾ എന്താ കാണിക്കുന്നേ? കുറെ കാലമായി എല്ലാരും കൂടി എന്നെ പരീക്ഷിക്കാൻ തുടങ്ങിയിട്ട്. സുശീല ആരാണെന്ന് നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തി തരാം. പിന്നെ ഞാനൊന്ന് ഉറങ്ങാൻ പോവുക. അനാവശ്യമായി ഇവിടുന്ന് വല്ല സംസാരവും ഒച്ചയും കേട്ടാ സുഹൃത്തുക്കളെ ഞാൻ രണ്ടിനെയും. അനുപമയ്ക്ക് മനസ്സിലായല്ലോ? സത്യം പറ, അവരാരാ? എന്തിനാ നീ അവരെ വിളിച്ച് വരുത്തിയിരിക്കുന്നേ? ഓ, വേദമാഡം എന്താണോ കണ്ടത് അത് തന്നെ ഞാനും കണ്ടത്. അവരാരാന്നൊന്നും എനിക്കറിയില്ല. അവരെങ്ങോട്ടാ പോയിരിക്കുന്നെന്നും അറിയില്ല. ഈ വീട് പരിചയമില്ലാത്ത ഒരാള് അങ്ങനെ ഇവിടെ വന്ന് കയറില്ല. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ.
ഏത് മമ്മിയുടെ മുറി? എടി ഞാനല്ലാതെ നിനക്ക് ഏതടി അമ്മി? നിങ്ങൾ ഈ മുറിക്കകത്ത് കയറരുത്. അത് പത്മ മാഡത്തിന്റെ മുറിയാ. ആണോ? എന്നാ അവളോട് ഇങ്ങോട്ട് വരാൻ പറ. എടി ഞാൻ ഇതിനകത്ത് കാര്യത്തിൽ എന്താ ഉണ്ടാവുമെന്ന് ഞാനൊന്ന് നോക്കട്ടെടി. കൊള്ളാം. എടി അനുപമേ, നീ എന്താടി നോക്കി നിൽക്കുന്നേ? എടി നിന്നോട് ഞാൻ ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞല്ലേ? പെട്ടെന്ന് എടുത്തോണ്ട് വാ. ഡി കൊണ്ടുവരാൻ പോയിട്ട്. ഡി നിനക്ക് അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. അത് ഞാൻ മാറ്റിത്തരാം. ആ ചെല്ലങ്ങോട്ട്. നാശങ്ങള്. മാഡം, അവർക്കെന്തോ കുഴപ്പമുണ്ടെന്നാ തോന്നുന്നത്. എത്രയും പെട്ടെന്ന് പത്മ മാഡത്തിനെ വിവരം അറിയിക്കും. അറിയിക്കാം. മമ്മി വരുമ്പോ മനസ്സിലാവുമല്ലോ അവര് വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താന്ന്. നീ സൂക്ഷിച്ചോ. എന്താടി? ആ എന്നാ പോവാൻ. അവൾ ഒളിഞ്ഞു നോക്കാനായിട്ട് വന്നിരിക്കുന്നു. ഹലോ നന്ദിനി. സാർ ഇങ്ങോട്ട് എത്താറായോ? ഇല്ല നന്ദിനി, ഞങ്ങൾ കുറച്ച് കഴിയും. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാർ, ഇവിടെ ഒരു സ്ത്രീ വന്ന് കയറിയിട്ടുണ്ട്. അവരുടെ പെരുമാറ്റം കണ്ടിട്ട് പേടിയാവുക.